ദാമ്പത്യം. രചന അവതരണം മൈഥിലി മിത്ര. ഭാഗം 8. ആദി മകൻ്റെ പാത്രത്തിലേക്ക് ഒരു ദോശയും കൂടി ഇട്ടുകൊടുത്തിട്ട് രാധ അവനരികിൽ കിടന്ന ഒരു കസേര വലിച്ചിട്ട് അതിലേക്കിരുന്നു. കഴിക്കുന്നതിനിടയിൽ മുഖമുയർത്തി നോക്കാതെ തന്നെ അവൻ അമ്മയെ മൂളിക്കേട്ടു. എത്ര കാലാന്ന് വെച്ചാ മോനെ നീ ഇങ്ങനെ നടക്കാ? അരുമയോടെ അവർ പറഞ്ഞു തുടങ്ങി. എങ്ങനെ? ആദി കഴിപ്പൊന്ന് നിർത്തിയിട്ട് സംശയത്തോടെ രാധയുടെ മുഖത്തേക്ക് നോക്കി. നിൻ്റെ അച്ഛൻ്റെ കൂടെ കമ്പനിയിൽ പൊയ്ക്കൂടെ? ബിസിനസ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ? അദ്ദേഹം പറയുന്നതിലും കാര്യമില്ലേ മോനെ? അവൻ്റെ ദേഷ്യം അറിഞ്ഞുകൊണ്ട് തന്നെ രാധ വളരെ ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. എനിക്ക് പറ്റില്ലമ്മേ. ആദിക്ക് ചിന്തിക്കുവാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. അച്ഛൻ്റെ കൂടെ കമ്പനിയിൽ പോകുവാൻ ഇഷ്ടമില്ലെന്ന് നിനക്ക് സ്കൂളിലെങ്കിലും ഒന്ന് പൊയ്ക്കൂടെ? അവിടെയാണെങ്കിൽ പുതുതായി വരുന്ന നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പണി നടക്കുകയാണ്. ഇനിയിപ്പോൾ നിനക്കതിനും താല്പര്യമില്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സെങ്കിലും ചെയ്തൂടെ ആദി? രാധ വളരെ സാവധാനത്തിൽ ചോദിച്ചു. ഞാനിങ്ങനെ വീട്ടിൽ വരുന്നത് അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നില്ലേ? പക്ഷേ രാധയെ അമ്പരപ്പിച്ചുകൊണ്ട് ആദിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഞാൻ അങ്ങനെയാണോ മോനെ ഉദ്ദേശിച്ചത്? ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ ഓർക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അമ്മ പറയുന്നത് മോൻ കേൾക്ക്. നമ്മുടെ ഏതെങ്കിലും ഒരു ബിസിനസ് അത് നീ ഏറ്റെടുത്ത് ചെയ്യണം. അച്ഛനും വയസ്സും പ്രായമൊക്കെ ആയി വരുക. അബിയെ കൊണ്ടാണെങ്കിൽ എല്ലാം കൂടെ പറ്റുന്നുമില്ല. രാധ ഉള്ളിലുള്ള ആവേദനകൾ മകനോട് തുറന്നു പറഞ്ഞു. പക്ഷേ എല്ലാം കേട്ടിട്ടും ആദ്യം തിരിച്ചൊന്നും മറുപടി പറയാതെ കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. അമ്മ എന്തിനാ വെറുതെ ആദിയോട് ഓരോന്നും പറയുന്നത്? ആദിക്കതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ലെന്ന് അമ്മയ്ക്കറിയാവുന്നതല്ലേ. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വരവും കൂടി നിൽക്കും. സ്കൂളിലേക്ക് പോകുവാനായി അങ്ങോട്ടേക്കെത്തിയ നീലിമ അവരുടെ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ട് തന്നെയാണ് രാധയ്ക്കുള്ള മറുപടി കൊടുത്തത്. അതിനിടയിൽ പടികൾ കയറി മുകളിലേക്ക് പോകുന്ന ആദിയെ ഒന്ന് നോക്കുവാനും അവൾ മറന്നില്ല എന്നതാണ് സത്യം. ഇനിയിപ്പോൾ ഞാൻ എന്താ മോളെ ചെയ്യേണ്ടത്? ഭർത്താവിൻ്റെയും മകൻ്റെയും ഇടയിൽ കിടന്ന് ഞാൻ ഇങ്ങനെ മനസ്സ് നീറ്റണത്. പറയാനല്ലേ എന്നെക്കൊണ്ട് പറ്റൂ? അവർ പരിതപിച്ചു. ആദിയുടെ കാര്യം അമ്മ എന്താ ഓർക്കാത്തെ? ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഞാനിവിടെ വന്ന് കയറി അന്ന് തൊട്ട് കാണുന്നതല്ലേ ആദിയെ. എന്നെക്കാട്ടിലും പ്രായക്കൂടുതലുണ്ടെങ്കിൽ തന്നെ ഏട്ടത്തി എന്ന് വിളിച്ച് എൻ്റെ പുറകെ നടന്ന ആളാണ് ആദി. ഈ 2 വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ നിന്നും കഴിഞ്ഞൊന്നും പോയിട്ടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുന്ന ചോറ്റുപാത്രം എടുത്ത് ബാഗിനുള്ളിൽ തിരികെ കയറ്റുന്നതിനിടയിൽ അവൾ രാധയോട് ഇത്തിരി ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. ഒന്നും ഓർക്കണ്ടല്ല മോളെ. അവനിങ്ങനെ കുടിച്ച് നശിച്ച് കാണുമ്പോൾ സഹിക്കാൻ പറ്റാതെ പറഞ്ഞു പോകുന്നതാ. അവർ സാരിയുടെ കോന്തല കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ ഒപ്പി. എൻ്റെ അമ്മേ, വെറുതെ കരഞ്ഞ് തലവേദനയൊന്നും ഉണ്ടാക്കി വെക്കരുത്. ആദി മാറും, എനിക്കുറപ്പുണ്ട്. അമ്മ നോക്കിക്കോ. രാധയുടെ തോളിൽ തട്ടിക്കൊണ്ട് അവൾ സമാധാനിപ്പിച്ചു, അതും ഉറപ്പോടെ. മുത്തശ്ശി. അപ്പോഴേക്കും ഉമ്മറത്ത് നിന്നും കൊഞ്ചലോടെയുള്ളൊരു വിളി വന്നില്ല. തത്തക്കുഞ്ഞേ. അതുവരെയുള്ള സങ്കടങ്ങൾ ആ പൊന്നോമനയുടെ മുത്തശ്ശി എന്നുള്ള വിളിയിൽ അവരിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. സാരിത്തുമ്പ് കൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ച് അവർ വേഗത്തിൽ ഹാളിൽ നിന്നും പുറത്തേക്ക് നടന്നു. ആഹാ, മുത്തശ്ശിയുടെ കുഞ്ഞിപ്പെണ്ണ് വന്നോ? ഉമ്മറത്ത് നിൽക്കുന്നവളുടെ ഉണ്ട കവളിൽ കുനിഞ്ഞു നിന്നുകൊണ്ടവർ ഒരു ഉമ്മ കൊടുത്തു. മുത്തശ്ശി, മോൾക്കേ നാളെ തൊട്ടേ എക്സാമാണേ. അത് കഴിഞ്ഞേ വെക്കേഷനാ. പിന്നെ UKG-ലോട്ടാ. പെണ്ണ് രഹസ്യം പോലെ അവരുടെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അച്ചോടാവാവേ, ഇനിയിപ്പോൾ മുത്തശ്ശിയുടെ മോള് വലിയ കുട്ടിയായി UKG-യിലേക്ക് പോവല്ലോ. അവരും പെണ്ണിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു. തത്തേ. മുറ്റത്ത് നിന്നുള്ള ദേവിയുടെ വിളി വന്നപ്പോഴാണ് അവർ ഇരുവരുടെയും സംസാരം മുറിഞ്ഞത്. ദാ വരുന്നമ്മേ. പെണ്ണ് അപ്പോഴേക്കും എന്തോ ഓർമ്മയിൽ കാവുമ്പാട്ടെ വീടിനുള്ളിലേക്ക് ഓടിക്കയറിയിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതും പെണ്ണ് നീലിമയുടെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. മുത്തശ്ശി, ഞാൻ പോണേ. കുണുങ്ങിക്കൊണ്ട് ആ കുറുമ്പി രാധയോട് യാത്ര പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. വേഗം പോയി വായോ, മുത്തശ്ശിയുടെ കാത്തിരിക്കുവേ.
നീലിമയുടെ സ്കൂട്ടിയുടെ മുൻപിലേക്ക് കയറി നിൽക്കുന്ന പെണ്ണിന് നേർക്കവർ ഒരു നിറച്ചിരിയോടെ കൈവീശി കാട്ടി. വേഗം കയറ്. പെണ്ണ് അപ്പോഴേക്കും തിടുക്കത്തോടെ അവളുടെ അമ്മയോട് പറയുന്നുണ്ട്. വരുവാടി കുറുമ്പി. രാധയെ നോക്കി കൈവീശി കാട്ടിക്കൊണ്ട് ദേവികയും വണ്ടിയുടെ പിന്നിലേക്കായി കയറിയിരുന്നു. ഒരു ഹോൺ അടിച്ചുകൊണ്ട് ഗേറ്റും കടന്നു പോകുന്ന ആ സ്കൂട്ടിയെ 2ാം നിലയിലെ ടെറസിൽ നിന്നും നോക്കുന്ന 2 കണ്ണുകൾ വീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആരും അറിഞ്ഞില്ല. കുറുമ്പിപ്പാറു. ബാൽക്കണിയുടെ സ്റ്റീൽ റെയിലിംഗ് പിടിച്ചുകൊണ്ട് നിന്നിരുന്ന ആദിയുടെ ചുണ്ടുകളിൽ കാരണമറിയാത്ത ഒരു പുഞ്ചിരി അപ്പോഴേക്കും വിടർന്നു വന്നിരുന്നു. പിറ്റേ ദിവസം മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എക്സാം തുടങ്ങുന്നതിനാൽ അന്ന് ഉച്ചവരെയേ സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എല്ലാവരും ആകെപ്പാടെ തിരക്കിലായിരുന്നു. ഒരു വിധത്തിൽ എല്ലാം കഴിച്ചു തീർത്തിട്ടാണ് ദേവിക തത്തയെ വിളിക്കുവാനായി അവളുടെ ക്ലാസ്സിലേക്ക് ചെന്നത്. ടീച്ചറെ, വൈഷ്ണവി നന്ദ. കുട്ടികളെല്ലാവരും പോകുന്നിടം വരെ അവർക്ക് കൂട്ടിരിക്കുന്ന ക്ലാസ് ടീച്ചറായ ശൈലജ മാഡത്തിനോട് അവൾ സൗഹൃദത്തോടെ പറഞ്ഞു. വൈഷ്ണവി പൊയ്ക്കോളൂ. മാഡം അവളെ നോക്കി അനുവാദം നൽകിയതും കുഞ്ഞിപ്പെണ്ണ് നിറഞ്ഞ ചിരിയോടെ ബാഗുമായി ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റു. ശേഷം പതിയെ ദേവികയ്ക്കരിയിലേക്കായി നടന്നു. നാളെ തൊട്ട് എക്സാമാണ്, നല്ലതുപോലെ പഠിച്ചുകൊണ്ട് വന്നേക്കണം കേട്ടോ വൈഷ്ണവി. ദേവികയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുണുങ്ങി നിൽക്കുന്നവളോട് ഇൻചാർജ് മാഡം ചിരിച്ചുകൊണ്ട് തന്നെ നിർദ്ദേശിച്ചു. ഞാൻ പഠിക്കുന്നുണ്ട് ടീച്ചറെ. അവൾ ഇത്തിരി ബഹുമാനത്തോടെ തന്നെ ടീച്ചറിനെ നോക്കി. മോള് മിടുക്കിയാകട്ടോ ദേവിക ടീച്ചറെ, നല്ല പോലെ പഠിക്കുകയും ചെയ്യും. കുഞ്ഞിൻ്റെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് ശൈലജ ടീച്ചർ അവളെ പ്രശംസിച്ചു. അതിഷ്ടപ്പെടുന്നത് പോലെ പെണ്ണൊന്ന് ഇളകി ചിരിച്ചു. ശരി ടീച്ചറെ, ഞങ്ങളെങ്കിലും ഇറങ്ങുവാണേ. ദേവിക അവരോടായി പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞ് ക്ലാസ്സിൽ നിന്നും ഇറങ്ങി. ശേഷം നീലിമയെ വിളിക്കുവാനായി നേരെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. നീലു, എന്താടി? കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറിയവൾ ഒരു കൂമ്പാരം ഫയലുകൾക്ക് മുൻപിലിരിക്കുന്നവളെ കണ്ട് ദേവിക അന്തിച്ചു പോയി. ഒന്നും പറയണ്ട എൻ്റെ ദേവി, 10ാം ക്ലാസ്സുകാരുടെ റെക്കോർഡ്സ് എല്ലാം ടാലി ചെയ്യണം. പിന്നെ കുറേ ഓഫീസ് വർക്ക് പേപ്പേഴ്സൊക്കെ ഒന്ന് നോക്കണം. അഭിയേട്ടൻ വിളിച്ചതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞടി. അവൾ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ദേവി സങ്കടത്തോടെ അവളെ തന്നെ നോക്കി നിന്നു. അയ്യോ, അപ്പോഴും നീലു ആൻറ്റി ഒത്തിരി ലേറ്റാവുമോ? അവളുടെ വിഷമം കണ്ടപ്പോൾ കുഞ്ഞിപ്പെണ്ണും ചുണ്ട് പിളർത്തി. ആണടാ പൊന്നെ, ഇനിയിപ്പോൾ നീലു ആൻറ്റിക്ക് ഇത് കഴിയാതെ വീട്ടിലേക്ക് വരാൻ പറ്റത്തില്ലല്ലോ. അരികിൽ വന്ന് നിന്നുകൊണ്ട് ടേബിളിലേക്ക് എത്തിക്കുത്തി നോക്കുന്നവളുടെ കുഞ്ഞു നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് നീലിമ അവളെ പുന്നാരിച്ചു. എടി നീലു, ഞങ്ങളും കൂടി ഇവിടെ ഇരിക്കട്ടെ, നീ ഒറ്റയ്ക്കാവില്ലേ? ദേവിക സ്റ്റാഫ് റൂം മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ടീച്ചർമാർ മിക്കവാറും എല്ലാവരും തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവിടെയും ഇവിടെയുമായി ഇനി വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പൊന്നു ദേവി, ഈ കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് നീ ഇവിടെ ഇരിക്കണ്ട. എൻ്റെ പണി കഴിയുമ്പോഴേക്കും മിക്കവാറും നേരം ഇരുട്ടും. അഭിയേട്ടൻ വന്നിട്ടുണ്ട്. അതുമല്ല, എന്തൊക്കെയോ ഫയലുകളൊക്കെ നോക്കിക്കൊണ്ട് ഓഫീസ് റൂമിൽ തിരക്കിലാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാവുമെന്നോർത്ത് നീ സങ്കടപ്പെടേണ്ട. നീ മോളെയും കൂട്ടി വീട്ടിലേക്ക് പൊയ്ക്കോ പെണ്ണേ, നീലിമ നിർബന്ധിച്ചു. അഭിരാം ഉണ്ടെന്നുള്ളൊരു ആശ്വാസത്തിൽ അവളത് തലയാട്ടി സമ്മതിച്ചു. എങ്ങനെ പോകും? നിനക്ക് സ്കൂട്ടി അറിയത്തില്ലല്ലോ. നീലിമ പൊടുന്നനെ സംശയത്തോടെ തിരക്കി. അതിനിപ്പോൾ എന്താ, റോഡിലേക്ക് ഇറങ്ങി നിന്ന് ഇഷ്ടം പോലെ ഓട്ടോ കിട്ടില്ലേ, ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. ദേവിക ഒന്ന് പുഞ്ചിരിച്ചു. എങ്കിൽ ശരി, സൂക്ഷിച്ചു പോ, ചെന്നിട്ട് വിളിക്കണേ. നീലിമ കരുതലോടെ പറഞ്ഞിട്ട് വീണ്ടും തത്തയുടെ കവിളിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. ബേയ് നീലു ആൻറ്റി, മോള് പോണേ. തത്തയും അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. പോട്ടെടി. നീലിമയോട് യാത്ര പറഞ്ഞിട്ട് ദേവിക മോളെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. മഠത്തിൻ്റെ വിശാലമായ മുറ്റത്ത് അവിടെയും ഇവിടെയുമായി കുറച്ച് കുട്ടികൾ ഉണ്ടെന്നതൊഴിച്ചാൽ അവിടം വിജനമായിരുന്നു. കുട്ടികളുടെ കലപല ശബ്ദങ്ങളൊന്നുമില്ലാത്ത സ്കൂൾ മൈതാനം. എല്ലാ സ്കൂൾ ബസ്സുകളും പിള്ളാരെയും കൊണ്ട് തിരിച്ചു പോയിരുന്നു. അവൾ തത്തമ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് ഇടവഴിയിലേക്ക് ഇറങ്ങി. ഇവിടുന്ന് 2 മിനിറ്റ് നടന്നാൽ മെയിൻ റോഡിലേക്ക് എത്താം. തണൽ വിരിച്ച വഴിയും കടന്നവൾ റോഡിലെ ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു.
ഓട്ടോ സ്റ്റാൻഡിലെ വണ്ടികൾ മിക്കതും ഓട്ടത്തിന് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആകെപ്പാടെയുള്ള ശരണം ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും വരുന്ന പ്രൈവറ്റ് ബസ്സുകൾ തന്നെ. അവൾ മോളെയും കൊണ്ട് ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു. അമ്മേ, എനിക്ക് മുട്ടായി വേണം. റോഡിന് എതിരായി കിടക്കുന്ന കടകളിലേക്ക് നോക്കിക്കൊണ്ട് അപ്പോഴേക്കും പെണ്ണ് കൊഞ്ചുവാനായി തുടങ്ങിയിരുന്നു. മാവേ, ഇന്ന് വേണോ? നമ്മൾ അത് വാങ്ങിക്കാൻ പോകുമ്പോഴേക്കും വരുന്ന ബസ് അങ്ങ് പോകും. അവൾ കുഞ്ഞിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. വേണമ്മേ, എനിക്ക് സിപ്പപ്പും വേണം. അമ്മയല്ലേ ഇന്ന് രാവിലെ എനിക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞേ. തത്തയുടെ കൊഞ്ചൽ പതിയെ ചിടുങ്ങലിലേക്ക് മാറിയതും ദേവിക അവളെയും കൊണ്ട് അവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റു. ഉച്ച ആയതിനാൽ തന്നെ ചുട്ടു പൊള്ളുന്ന ചൂടാണ് വഴിയിൽ. അതുകൊണ്ട് തന്നെ ഓരോ കടകളുടെയും മുൻപിൽ തന്നെ തുറന്നു വെച്ചിരിക്കുന്ന നാരങ്ങ വെള്ളത്തിൻ്റെയും ഫ്രൂട്ട് ജ്യൂസ് സ്റ്റാളുകളിലേക്ക് മാത്രമായി ആളുകൾ പരമാവധി ചുരുങ്ങിയിരുന്നു. ബസ്സിന് പോകുന്ന കുട്ടികളെല്ലാവരും തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ നേരെ റോഡിനെതിർവശത്തായി കാണുന്ന ഒരു ബേക്കറിയിലേക്ക് നടന്നു. കുഞ്ഞിന് ആവശ്യമുള്ള ചോക്ലേറ്റും സിപ്പപ്പിനും പുറകെ ഒരു ഗ്ലാസ് ജ്യൂസും വാങ്ങിക്കൊടുത്ത് കുടിപ്പിച്ചു. ഇനിപ്പാം, അവൾ മോളോട് ചോദിച്ചു. കുഞ്ഞിൻ്റെ സന്തോഷത്തോടെയുള്ള മുഖം കണ്ടതും കാശും കൊടുത്ത് തത്തയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ റോഡിലേക്ക് ഇറങ്ങി. ദേവി, അവിടെ ഒന്ന് നിന്നേ. പൊടുന്നനെ അവൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടവനെ കണ്ടതും അവളുടെ ദേഹം പൂങ്കുല പോലെ വിറച്ചു. സുധീഷ്. അവൾ കുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവനെ കണ്ടതും കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണുകളിൽ പൊടുന്നനെ ഭയം നിഴലിച്ചു. വഴിയിന്ന് മാറ്, പോണം. മുൻപിൽ തടസ്സമായി നിന്നവനോട് യാതൊരു മര്യാദയും കാട്ടാതെ ദേവി ആവശ്യപ്പെട്ടു. അങ്ങനെയെങ്ങ് എനിക്ക് പോകാൻ പറ്റുമോ? നീയും മോളുമില്ലാതെ ഞാൻ എങ്ങനെയാ ദേവി ജീവിക്കുന്നത്? സുധീഷിൻ്റെ കണ്ണുകൾ അവളുടെ ഉടലിൽ കൂടി പാറി നടന്നു. ഛേ, ആ നോട്ടം കണ്ടതും അവൾക്ക് വല്ലാതായി. സാരത്തുമ്പുകൊണ്ട് ദേവി ശരീരം ഒന്നും കൂടി മൂടി പൊതിഞ്ഞു. ഞാനിതൊക്കെ കുറെ കണ്ടിട്ടുള്ളതല്ലേ ദേവി, ഇത്രയ്ക്കൊക്കെ മൂടി പൊതിഞ്ഞ് വെക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ? അവനൊരു വഷളൻ ചിരിച്ചുകൊണ്ട് നാവുകൊണ്ട് ചുണ്ടിൽ തൊട്ടുഴിഞ്ഞു. എനിക്ക് മര്യാദയ്ക്ക് വഴിന്ന് നിങ്ങളുടെ മര്യാദയ്ക്ക് വഴിന്ന് മാറാനാണ് പറഞ്ഞത്. ഒരു ലൂസ് ടോക്കിന് എനിക്ക് താല്പര്യമില്ല. അവൾ ദേഷ്യപ്പെട്ടു. ഞാൻ നിൻ്റെ ഭർത്താവാണ്, അതായത് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയവൻ. അത് നീ മറക്കരുത്. അത്രയും നേരം ഒരു വഷളതയോടെ സംസാരിച്ചിരിക്കുന്നവൻ്റെ മുഖം പൊടുന്നനെ ഗൗരവത്തിലായി. ഭർത്താവോ? ഏത് ഭർത്താവ്? നിങ്ങൾ കിട്ടിയ താലി അഴിച്ചു വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആ വീടിൻ്റെ പടികൾ ഇറങ്ങിയത്. അത് മാത്രമല്ല, എല്ലാത്തിനുമുള്ള മറുപടി ഞാനൊരു നോട്ടീസ് അയച്ചത് കിട്ടിക്കാണുമല്ലോ അല്ലേ? ദേവി ചീറ്റ പുലിയെ പോലെ അവന് നേരെ ചീറിയെങ്കിലും അവളുടെ ചുണ്ടിൽ അപ്പോഴും ഒരു പുച്ഛച്ചിരി ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെ തന്നെ ഞാൻ കൈപ്പറ്റിയ എൻ്റെ വൈഫി. അല്ല, ഡിവോഴ്സിന് ഞാൻ സമ്മതിച്ചുള്ളെന്നുള്ള എൻ്റെ ഒപ്പുകൂടി വേണമെന്നുള്ള കാര്യം എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നോ? അവൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു. ദേവികയ്ക്ക് അവൻ്റെ സംസാരം കേട്ടപ്പോൾ വിറഞ്ഞു കയറി. ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഇയാൾ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിനു പിറകെ അമ്മായിയമ്മയുടെയും നാത്തൂൻ്റെയും പോരുകൂടെ താൻ സഹിച്ചു. അതും ശാരീരികവും മാനസികവുമായി തന്നെ. ആ വീട്ടിലൊരു പട്ടിക്ക് ഒരു സ്ഥാനം പോലും തനിക്കില്ലായിരുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ തൊട്ട് ഇരുളുന്നത് വരെ ഒരു വീട്ടിലുള്ള പണികളെല്ലാം താൻ ഒറ്റയടിക്ക് ചെയ്യണം. അതിൻ്റെ സ്കൂളിലെ ജോലി എല്ലാം കഴിഞ്ഞ് തളർന്നു വന്ന് കട്ടിലിൽ വീഴുമ്പോൾ പുലരുവോളം നീളുന്ന കെട്ടിയോൻ്റെ അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിലുള്ള കൂത്തുകൾ. ശരിക്കും പറഞ്ഞാൽ ശവത്തെ പോലെ ജീവിക്കുകയായിരുന്നു താൻ ആ വീട്ടിൽ. സ്വന്തം വീട്ടുകാർക്ക് പോലും ഒരു ഭാരമായി തോന്നിയവൾ വേറെ എന്ത് ചെയ്യാനാണ്? ഭർത്താവിനെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുവാനുള്ള ധൈര്യം അന്നൊന്നും തനിക്കില്ലായിരുന്നു താനും. പക്ഷേ സ്വന്തം മകൾ ആ വീട്ടിൽ സുരക്ഷിതയല്ലെന്നറിഞ്ഞ നിമിഷം തകർന്നു പോയി താൻ. അവൾ സങ്കടവും ദേഷ്യവും കലർന്ന ഭാവത്തിൽ സുധീഷിനെ നോക്കി. അമ്മേ, മോക്ക് പേടിയാവുന്നു. എന്നെ വേദനിപ്പിക്കും. തത്ത പൊടുന്നനെ അവളുടെ സാരത്തുമ്പിൽ പിടിച്ചു വലിച്ചപ്പോഴാണ് ദുരിതം പിടിച്ച ഇന്നലകളുടെ ഓർമ്മകളിൽ നിന്നും അവൾ തൽക്കാലത്തേക്കെങ്കിലും പുറത്തേക്ക് വന്നത്. ഞാനില്ലേ എൻ്റെ മോൾക്ക്, പേടിക്കണ്ട കേട്ടോ. തോളിൽ കിടന്ന ബാഗ് ഒതുക്കി വെച്ചിട്ട് കുഞ്ഞിനെ അവൾ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ദേവി, അവസാനമായിട്ട് ഞാൻ പറയുക, വന്ന് വണ്ടിയെ കയറ്.
വഴിയിൽ നിന്നുകൊണ്ടൊരു സീനുണ്ടാക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. വഴിയോരത്ത് നിർത്തിയിട്ടിരിക്കുന്ന സ്വന്തം കാറിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു അയാളുടെ ആക്രോശം മുഴുവനും. നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്കും താല്പര്യമില്ല. ഒന്നല്ല, 50 പ്രാവശ്യം പറഞ്ഞു മടുത്ത കാര്യമാണിത്. ഇനിയും പറയുവാൻ ഞാൻ ഒരുക്കമല്ല. അതുകൊണ്ട് സുധീഷ് വഴിയിൽ നിന്ന് മാറ്. എനിക്ക് വീട്ടിൽ പോകണം. അയാളെ മറികടന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാനായി തുനിഞ്ഞതും ദേവിയുടെ മുൻപിൽ സുധി വീണ്ടും ഒരു തടസ്സമായി കയറി നിന്നു. ഒരു ബലം പ്രയോഗിക്കൽ ഇവിടെ വെച്ച് എന്നെക്കൊണ്ട് നടത്തരുത്. മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറടി. സുധീഷ് ശബ്ദം താഴ്ത്തിക്കൊണ്ട് മുരണ്ടു. ഒരു വന്യമൃഗത്തെ പോലെ അപ്പോഴവൻ്റെ മുഖം മാറുന്നത് ദേവി ഒട്ടൊരു പേടിയോടെ ശ്രദ്ധിച്ചു. എങ്കിലും പെണ്ണ് സ്വന്തം ധൈര്യം കൈവെടിയുവാൻ തയ്യാറായില്ല എന്നതാണ് സത്യം. എനിക്ക് നിങ്ങളോടൊപ്പം ഒരു ജീവിതം ഇനിയും വേണ്ട. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്. അവിടെയും ഇവിടെയുമായി നിൽക്കുന്നവർ തങ്ങളെ തന്നെ നോക്കി നിന്നുകൊണ്ട് കുശുകുശുക്കുന്നത് കണ്ടപ്പോഴേക്കും ദേവിക സ്വയം ദേഷ്യത്തെ നിയന്ത്രിക്കുവാനായി ശ്രമിച്ചു. ഈ സുധിയോടൊപ്പം നീയും ജീവിക്കും, മരണം വരെ. അത് നിനക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. വാടി ഇവിടെ. പൊടുന്നനെ ദേവികയുടെ കയ്യിൽ കയറി അയാൾ കടന്നു പിടിച്ചു. കയ്യിൽ നിന്ന് വിടടോ. അവൾ അവൻ്റെ പിടി വിടുവിക്കുവാനായി കുതറി. അമ്മേ, മോൾക്ക് പേടിയാവുക. പോക അമ്മേ. അവളുടെ കയ്യിലിരുന്ന കുഞ്ഞിപ്പെണ്ണ് അപ്പോഴേക്കും ഭയത്താൽ അവളുടെ അമ്മയെ ഇറുക്കെ പിടിച്ചു. കരയില്ലേ മോളെ, നമുക്ക് പോകാവേ, പെട്ടെന്ന് പോകാം. തൻ്റെ തോളിൽ മുഖം അമർത്തിക്കൊണ്ട് വലിയ വായിൽ കരയുന്ന കുഞ്ഞിൻ്റെ പുറത്തായി ദേവിക പതിയെ തട്ടിക്കൊടുത്തു. എന്താ എന്താ ഇവിടെ? അപ്പോഴേക്കും കാണികളായി നിന്ന 5-6 പുരുഷന്മാർ അങ്ങോട്ടേക്ക് നടന്നു ചെന്നിരുന്നു. ഓ, ഒന്നുമില്ലെന്നേ, ഇത് ഞങ്ങളുടെ ചെറിയൊരു കുടുംബ പ്രശ്നമാണ്. കക്ഷി വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയതാ ഇന്ന് രാവിലെ. ഇപ്പോൾ തിരിച്ചു വരാൻ പറഞ്ഞിട്ട് വാശിയിൽ നിൽക്കുക അല്ലേ മോളെ? അവളിൽ നിന്നുമുള്ള പിടിവിടാതെ തന്നെ ചുറ്റും കൂടി നിന്നവർക്കുള്ള മറുപടി സുധി കൗശലത്തോടെ പറഞ്ഞു. പെങ്ങളെ, ഇയാൾ പറയുന്നത് സത്യമാണോ? ഇയാൾ നിങ്ങളുടെ ഭർത്താവ് തന്നെയാണോ? അതിൽ തലമൂത്ത ഒരാൾ ദേവികയെ നോക്കി മുഖം ചുളിച്ചു. ഇയാളുമായി ഞാൻ... ദേവിക എന്തോ പറയുവാനായി വായ തുറന്നതും സുധി ആരും കാണാതെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അമർത്തി ഞെരിച്ചു. ആ! അവൾ പറയാൻ വന്നത് പകുതിയിൽ നിർത്തി വേദന കൊണ്ട് എരിവ് വലിച്ചു. അതെന്ത് ചോദ്യമായി ചേട്ടായി ചോദിക്കുന്നേ? ഭർത്താവ് അല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? ഇവിടെ ഇത്രയും പെണ്ണുങ്ങൾ നിന്നതിൽ ഇവിടെ കൈ മാത്രമല്ലേ ഞാൻ പിടിച്ചുള്ളൂ. സംശയമുണ്ടെങ്കിൽ നോക്ക്, ഞാൻ കാണിക്കാൻ തെളിവ്. സുധീഷ് അവളുടെ കയ്യിൽ നിന്നുമുള്ള പിടിവിട്ട് പോക്കറ്റിൽ കിടന്ന അയാളുടെ ഫോൺ കയ്യിലെടുത്തു. ശേഷം അതിലെ ഗ്യാലറി തുറന്നു. അതിൽ നിന്നും അവരുടെ ഒരു കല്യാണ ഫോട്ടോ എടുത്ത് അവിടെ കൂടി നിന്നവരുടെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് കാണിച്ചു. ഇപ്പോൾ മനസ്സിലായില്ലേ ഇവളെൻ്റെ ഭാര്യയാന്ന്? കൂടുതൽ തെളിവൊന്നും നിങ്ങൾക്ക് വേണ്ടല്ലോ അല്ലേ? എവിടെയും കാണും ഏതെങ്കിലും ഒരു ആണും പെണ്ണും തമ്മിൽ സംസാരിക്കുമ്പോൾ കുരു പൊട്ടുന്ന നിങ്ങളെപ്പോലുള്ള കുറേ സദാചാരവാദികൾ. സുധീഷ് ഫോൺ തിരിച്ച് പോക്കറ്റിലേക്ക് ഇട്ടിട്ട് അവരെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഓരോരോ വേഷം കെട്ടലുകൾ. ഇതുങ്ങൾക്കൊക്കെ വീട്ടിൽ ഇരുന്ന് അടി ഉണ്ടാക്കിയാൽ പോരെ? വെറുതെ ഇങ്ങനെ റോഡിൽ കിടന്ന് പട്ടിഷോ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? സുധീഷിൻ്റെ മറുപടിയും സംസാരവും ഇഷ്ടപ്പെടാത്തതുപോലെ വന്നവർ പിറുപിറുത്തുകൊണ്ട് തിരിച്ചു നടക്കാനായി തുടങ്ങി. എന്താ ദേവി, എന്നെ അനുസരിക്കാൻ നിനക്കിനിയും ഭാവമില്ലേ? അയാൾ ധാർഷ്ട്യത്തോടെ അവളെ നോക്കി. കൂടെ ദേവിയുടെ കയ്യിൽ കിടക്കുന്ന തത്തയെയും. സുധീഷ്, ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെപ്പോലെയുള്ള ഒരുവൻ്റെ ഭാര്യയായിട്ട് കഴിയുന്നതിലും ഭേദം വല്ലവൻ്റെ വെപ്പാട്ടിയായിട്ട് ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി എന്നെ ഉപദ്രവിക്കരുത്, ഇങ്ങനെ പുറകെ നടക്കരുത്. സഹി കെട്ടാൻ ഞാൻ കേസ് കൊടുക്കും. അവൾ കുഞ്ഞിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വീണ്ടും നടക്കാനായി തുടങ്ങി. ഹാ, നിക്കടി അവിടെ. വലിയ ഡയലോഗ് അടിച്ചിട്ട് നീ ഇതെങ്ങോട്ടേക്കാ പോണേ? ഓ, മറ്റവൻ്റെ വെപ്പാട്ടിയാകുവാനായിരിക്കും. വീണ്ടും ദേവികയുടെ കൈയുടെ മുകളിൽ സുധിയുടെ പിടി വീണു. വിടടോ, എൻ്റെ കയ്യിൽ നിന്ന് വിടാൻ. അവൾ ചീറിക്കൊണ്ട് കുതറി. മിണ്ടാതെ ഇങ്ങോട്ട് വാടി. അവൻ ആ പെണ്ണിനെ വലിച്ചുകൊണ്ട് തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന് നേർക്ക് ധൃതിയിൽ നടന്നു. അമ്മേ, അമ്മേ. അച്ഛൻ്റെ നീചമായ പ്രവൃത്തിയിൽ പേടിച്ചു വിറച്ചുകൊണ്ട് തത്ത അലറി വിളിച്ചു. നാശം പിടിച്ചതിനോട് മിണ്ടാതിരിക്കാൻ പറയടി. കുഞ്ഞിൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ
സുധിയിൽ അമർഷം നിറച്ചിരുന്നു. നിങ്ങളോടാണ് ഞാൻ പറഞ്ഞത് എന്നെ വിടാൻ. ഡോറ് തുറന്ന് തന്നെയും കുഞ്ഞിനെ അകത്തേക്ക് തള്ളിക്കയറ്റാനായി ശ്രമിച്ച സുധീഷിൻ്റെ അടിവയറിന് മുകളിലേക്ക് പൊടുന്നനെ ദേവികയുടെ വലങ്കാൽ മുട്ട് ശക്തിയോടെ അമർന്നു. അത് അപ്രതീക്ഷിതമായതിനാൽ സുധീഷ് ഒന്ന് പിന്നിലേക്ക് വളഞ്ഞുപോയി. തൽക്ഷണം ദേവിയിൽ നിന്നുമുള്ള അയാളുടെ പിടിയും അയഞ്ഞു. ആ ഒരു നിമിഷം മതിയായിരുന്ന ദേവികയ്ക്ക്. അവൾ കരഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ പൊന്നോമനെയും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞ് മുന്നോട്ടേക്ക് ഓടി. എങ്ങനെയെങ്കിലും സുധീഷിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ആശ മാത്രമേ ദേവിക്കപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് പരവേശം തോന്നി. തൊണ്ട വരണ്ടു പൊട്ടുന്ന ഒരവസ്ഥ. എങ്കിലും അവൾ നിർത്താതെ ഓടിക്കൊണ്ടേയിരുന്നു. പിന്നിലേക്ക് വായുന്ന വണ്ടികളെയും മനുഷ്യരെയും പെണ്ണിൽ ശ്രദ്ധിച്ചില്ല. ലക്ഷ്യം ഒന്നു മാത്രം, എങ്ങനെയെങ്കിലും സുധിയിൽ നിന്നുമുള്ള മോചനം. കാഠിന്യമേറിയ വെയിലും അതിൻ്റെ ആഘാതത്തിൽ ചുട്ടു പൊള്ളിക്കിടക്കുന്ന ടാറിട്ട റോഡും അവളുടെ കാലുകളെ തളർത്തി. സൂര്യാഘാതമോ അതോ ക്ഷീണമോ ദേവിയുടെ കണ്ണുകളിൽ പൊടുന്നനെ ഇരുട്ടിക്കയറി. പല പ്രാവശ്യം അവൾ താഴെ വീഴുവാനായി തുടങ്ങി. ചിലപ്പോഴൊക്കെ എതിരായി വരുന്ന വാഹനങ്ങളുടെ മുൻപിൽ ചെന്ന് ദേവിക കുറുകെ ചാടി. പക്ഷേ അപ്പോഴൊക്കെയും അവൾ തിരിഞ്ഞു നോക്കിയില്ല. കാരണം സുധി വണ്ടിയും എടുത്തുകൊണ്ട് തനിക്ക് പിന്നിലായി വരുമെന്നുള്ള കാര്യം അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നിയത്. അതിൻ്റെ പ്രതിഫലനമായി കാലുകളുടെ വേഗത കുറഞ്ഞു. കണ്ണുകൾ അടഞ്ഞു തൂങ്ങിയെന്നും മനസ്സിലായതും റോഡിൻ്റെ നടുവിൽ തന്നെ അവൾ കുത്തിയിരുന്നു. താഴേക്ക് വീഴാതെ ഇരിക്കുവാനായി. പൊടുന്നനെ ഒരു വണ്ടി സഡൻ ബ്രേക്ക് ഇടുന്നതിൻ്റെ ശബ്ദം അവൾ കേട്ടു. തൻ്റെ ജീവിതം ഇനിയും ആ ദുഷ്ടൻ്റെ കൈകളിലോ? പരിതപിച്ചുകൊണ്ട് കണ്ണുകൾ ഉയർത്തിയ ദേവി കാണുന്നത് ജീപ്പിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന് തൻ്റെ നേർക്ക് ആദിയോടെ നടന്നു വരുന്ന അപരിചിതനെയാണ്. എൻ്റെ മോള്, രക്ഷിക്ക്. ബലം നഷ്ടപ്പെട്ട സ്വന്തം കൈകളിൽ നിന്നും ഊർന്നു വീഴാനായി പോകുന്ന തത്തയെ കാട്ടി അവൾ അയാളോട് തളർന്ന സ്വരത്തിൽ അപേക്ഷിച്ചു. ആദി, വേഗം വാടാ. ബോധം മറഞ്ഞ് റോഡിലേക്ക് മറിഞ്ഞു വീഴുന്നതിന് മുൻപേ അയാളുടെ നാവിയിൽ നിന്നും ഉച്ചത്തിൽ പുറത്തേക്ക് വന്ന പേര് ദേവികയപ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. കരയല്ലേ മോളെ, അമ്മ ഇപ്പം ഇങ്ങ് വരത്തില്ലേ? കരയുന്ന കുഞ്ഞിനെ തോളിലിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് ജിത്ത് എമർജൻസി റൂമിൻ്റെ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എനിക്കിപ്പോൾ തന്നെ അമ്മയെ കാണണം. പെണ്ണ് വാശി പിടിച്ചു കരഞ്ഞു. പക്ഷേ അപ്പോഴേക്കും കുഞ്ഞിൻ്റെ കണ്ണുകൾ ഭയത്തോടെ പാറി വീണത് അവളെയും നോക്കിക്കൊണ്ട് കോറിഡോറിലെ ഒരു ചെയറിലിരിക്കുന്ന ആദിയുടെ നേർക്കായിരുന്നു. അമ്മ ഇപ്പോൾ വരും, കരയാതെ. അമ്മയ്ക്ക് ഉവ്വാവായോണ്ടല്ലേ ഡോക്ടർ അകത്തേക്ക് കൊണ്ടുപോയത്. അവൻ കുഞ്ഞിപ്പെണ്ണിനെ സമാധാനിപ്പിക്കുവാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ ഉവ്വവ് മാറിയാൽ മോളുടെ അമ്മ മോളെ കാണാൻ വേണ്ടി ഓടി വരത്തില്ലേ? എന്നാലല്ലേ അമ്മയ്ക്ക് മോളെ എടുക്കാൻ പറ്റത്തുള്ളൂ. അവൻ വീണ്ടും വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് തത്തയുടെ പേടി മാറ്റാൻ നോക്കി. ഒടുവിൽ അവൻ്റെ പ്രയത്നം ഫലം കണ്ടു. അമ്മ വേഗം വരുമോ? അമ്മയ്ക്കൊന്നും പറ്റത്തില്ലല്ലോ അല്ലേ അങ്കിളെ? അവൾ കരച്ചിൽ തെല്ലൊന്ന് അടക്കിക്കൊണ്ട് ജിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചെറിയ രീതിയിൽ ഏങ്ങലടിച്ചു. വേഗം വരും, ഒന്നും പറ്റത്തില്ല കേട്ടോ. അവൻ കട്ടായം പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ ഉണ്ടക്കവളിൽ വാത്സല്യത്തോടെ ഒരു ഉമ്മ നൽകി. ചുണ്ടുകൾ പുറത്തേക്കൊന്നിച്ച് സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് ആ പാവം കുഞ്ഞ് ജിത്തിൻ്റെ തോളിലേക്ക് കൈ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കിടന്നു. നിമിഷങ്ങൾ പിന്നെയും കടന്നുപോയി. ആദിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മാത്രം പേടിച്ചരണ്ടിരിക്കുന്നവളെ ഇതിനോടകം തന്നെ ജിത്തും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഒന്നു മാത്രം അവന് മനസ്സിലായി. കുഞ്ഞിൻ്റെ മനസ്സിൽ അത്രമേൽ പേടി ഉണ്ടാക്കുവാനായി ആദിയുടെ വശത്തു നിന്നും എന്തോ തക്കതായ കാരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. എന്താ മോളെ? കുറച്ചുകൂടി കഴിഞ്ഞതും കുഞ്ഞു പെണ്ണിനെ എക്കിളെടുക്കുവാനായി തുടങ്ങിയതും ജിത്തു തെല്ലൊന്ന് പരിഭ്രമിച്ചു. വെള്ളം. അവൾ തല മുകളിലേക്കും താഴേക്കും ചലിപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി തോന്നി. അശോ! ജിത്തു ചുറ്റിനും വെള്ളത്തിനായി പരതിയെങ്കിലും അവൻ അവിടെ ഒന്നും കാണുവാനായി കഴിഞ്ഞില്ല. ആദി, ഞാനൊന്ന് ക്യാൻറ്റീൻ വരെ പോവാണേ. കുഞ്ഞിന് വെള്ളം വേണമെന്ന്. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. നീലിമ വരാൻ ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും. കൂട്ടുകാരനെ നോക്കി താക്കീത് ചെയ്തിട്ട് ഹോസ്പിറ്റലിന് തൊട്ടരികിലായുള്ള ക്യാൻറ്റീനിന് നേർക്ക് ജിത്ത്
കുഞ്ഞുമായി നടന്നു. അവർ പോയ വഴിയെ നോക്കി ആദ്യമൊന്ന് നെടുവീർപ്പിട്ടു. ശേഷം നിർവികാരമായി എമർജൻസി മുറിയുടെ വാതിലിന് നേർക്ക് കണ്ണുകൾ പായിച്ചു. ആ സമയം അവൻ്റെ ഓർമ്മകൾ കുറച്ചു നേരം പിന്നിലേക്ക് പോയി. പൊരിവെയിലത്ത് റോഡിൽ ബോധമില്ലാതെ കിടക്കുന്ന ഒരമ്മയെയും കുഞ്ഞിനെയും കണ്ടിട്ടാണ് ജിത്ത് പൊടുന്നനെ വണ്ടി ചവിട്ടി നിർത്തിയത്. ആരുടെയോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവരുടെ ശരീരത്ത് വണ്ടി തട്ടാതിരുന്നത് തന്നെ. ആദ്യം ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങ് ജിത്തുവിൻ്റെ അലർച്ച കേട്ടിട്ടാണ് താനും വണ്ടിയിൽ നിന്ന് കാലുകൾ പേടിയോടെ പുറത്തേക്ക് വെച്ചത്. അപ്പോഴാണ് അവരുടെ കയ്യിലിരുന്ന് കരയുന്ന പൊന്നോമനയിലേക്ക് തൻ്റെ കണ്ണുകൾ അമ്പരപ്പോടെ പാഞ്ഞത്. തത്തമ്മ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണെ ആ അവസ്ഥയിൽ അവിടെ വെച്ച് കണ്ടതും ഹൃദയത്തിൽ 1000 കൂരമ്പുകൾ തറച്ച അവസ്ഥയായിരുന്നു തനിക്ക്. മോദം മറഞ്ഞ് നടു റോഡിൽ കിടക്കുന്ന സ്വന്തം അമ്മയുടെ മാറിൽ കിടന്ന് നിസ്സഹായയായി പേടിയോടെ പൊട്ടിക്കരയുന്ന ഒരമ്പോറ്റി കുഞ്ഞ്. പിന്നെ ഒട്ടും താമസിച്ചില്ല. എന്തോ ഒരു ഉൾപ്രേരണയിൽ ആ കുഞ്ഞിനെ ഓടിച്ചെന്ന് വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കുവാനായി പോയത് മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂ. കരഞ്ഞുകൊണ്ടിരുന്നവൾ ഒന്നും കൂടി ഉച്ചത്തിൽ തന്നെ നോക്കി അലറിക്കൂവുന്നതാണ് പിന്നീട് എനിക്ക് കാണുവാനായി കഴിഞ്ഞത്. തന്നെ കാണുമ്പോൾ മാത്രം ആ കുഞ്ഞി കണ്ണുകളിൽ കാണുന്ന പേടിയും വിറയലും നേരിട്ട് കണ്ടപ്പോൾ മനസ്സൊന്ന് നൊന്തുപോയിരുന്നു. കുഞ്ഞിനെ ഭയപ്പെടുത്താൻ പോന്ന ഒരു ഭയങ്കരനാണോ താനെന്ന ആലോചന ശക്തമായി തൻ്റെ മനസ്സിലേക്ക് അപ്പോൾ പാഞ്ഞു കയറി വന്നു. അവളുടെ പേടിച്ചരണ്ട ഭാവം കണ്ടതും താനൊന്നും പിന്നിലേക്ക് മാറി നിന്നുപോയി. ആ സമയം ജിത്താണ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടെടുത്തത്. ബോധം മറിഞ്ഞു കിടക്കുന്ന ദേവികയെ കയ്യിലേക്കെടുത്തു കൊണ്ടുപോയി ജീപ്പിൻ്റെ ബാക്ക് സീറ്റിലേക്ക് താൻ കിടത്തിയതും ജിത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് കഴിഞ്ഞിരുന്നു. ഒരു വിധത്തിലാണ് ട്രാഫിക്കിനിടയിൽ ആശുപത്രിയിലേക്ക് വണ്ടി ഓടിച്ചത് തന്നെ. പക്ഷേ എന്താണെന്നറിയില്ല, കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഒന്നും വരരുതേ എന്നൊരു പ്രാർത്ഥന ആ സമയം എന്തിനോ വേണ്ടി തൻ്റെ ചുണ്ടുകളിൽ നിന്നും പുറത്തേക്ക് തെറിച്ചിരുന്നു. ദേവികയുടെ ആരെങ്കിലും ഉണ്ടോ? പൊടുന്നനെ കാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന ഒരു നേഴ്സ് ചോദിച്ചപ്പോഴാണ് ആദി ഒന്ന് ഞെട്ടിക്കൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വന്നത്. ഹാ സിസ്റ്റർ. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവർ കരിയിലേക്കായി നടന്നു ചെന്നു. അകത്ത് ഡോക്ടർ വിളിക്കുന്നുണ്ട്. അവർ അത്രയും പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. ആദി ഒരു നിമിഷം അവിടെ തന്നെ ആലോചിച്ചുകൊണ്ട് നിന്നു. പിന്നീട് എന്തും വരട്ടെ എന്നുള്ള ഒരാലോചനയിൽ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ കണ്ടത് ഡോക്ടേഴ്സ് ക്യാബിനായിരുന്നു. സർ, ദേവിക. അവിടെ ഇരിക്കുന്ന ഒരു ഡോക്ടറിനോട് അവൻ ചോദിച്ചു. ആ കുട്ടിയുടെ ആരാണ് നിങ്ങൾ? ഭർത്താവാണോ? ഡോക്ടർ കസേരയിൽ നിന്നും എഴുന്നേറ്റിട്ട് ആ ക്യാബിനിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നു. അല്ല സാർ, എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണിവർ. അയാളുടെ ചോദ്യം കേട്ട് വിറഞ്ഞു കയറി വന്നെങ്കിലും അവനത് നിയന്ത്രിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഓ സോറി മാൻ, പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നി, അതുകൊണ്ടാ. അയാൾ ചമ്മലോടെ ചിരിച്ചുകൊണ്ട് തുടർന്നു. ദേവികൾക്കൊപ്പോൾ കുഴപ്പമൊന്നുമില്ല. BP ഒന്ന് താന്നു പോയതാ. ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ഡോക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞു. ഓക്കെ സാർ. അവൻ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് പതിയെ ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. നേരെ ചെന്നിരുന്ന സ്ഥാനത്ത് തന്നെ വീണ്ടും ഇരിപ്പുറപ്പിച്ചു. ഇന്ന് ആരെയാണോ കണി കണ്ടത്? ഇവിടെ കുത്തിയിരിക്കാനും തോന്നുന്നില്ല. ആ കുറുമ്പിയുടെ സങ്കടം കണ്ടിട്ട് ഇട്ടിട്ട് പോകാനും തോന്നുന്നില്ലല്ലോ ഭഗവാനെ. അവൻ അമർഷത്തോടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന നീളത്തിലുള്ള തൻ്റെ മുടിയിഴകൾ കോതി പിന്നിലേക്ക് മാടി ഒതുക്കി വെച്ചു. കുറച്ചുനേരം അവൻ ആ ഇരിപ്പ് തുടർന്നു. ശേഷം മുന്നിലേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത്, വരാന്തയിൽ കൂടി ജിത്തുവിൻ്റെ കയ്യും പിടിച്ച് അവനോട് എന്തൊക്കെയോ വാ തോരാതെ സംസാരിച്ചുകൊണ്ട് കാഷ്വാലിറ്റിക്ക് നേരെ നടന്നു വരുന്ന കുഞ്ഞിപ്പെണ്ണിനെ. ആളിൻ്റെ കയ്യിലൊരു ചോക്ലേറ്റിൻ്റെ വലിയ ബാറും ഉണ്ടായിരുന്നു. അവളുടെ കാല് പറിച്ചുള്ള ആ നടത്തവും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആ കുഞ്ഞു മുഖത്ത് വിരിയുന്ന കുറുമ്പ് ഭാവങ്ങളുമെല്ലാം മഹർഷി വല്ലാത്തൊരത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത്. പക്ഷേ തൻ്റെ അടുത്തേക്ക് വരുംതോറും കുഞ്ഞിൻ്റെ സംസാരം നിലയ്ക്കുന്നതും അവിടെ ഭയം നിഴലിക്കുന്നതും അവൻ ശ്രദ്ധിച്ചിരുന്നു. ആദി
പൊടുന്നനെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഇത്തിരി മുൻപിലേക്ക് മാറി നിന്നു. അവൾക്കൊരു ബുദ്ധിമുട്ട് ആവരുതേ എന്നോർത്ത്. പക്ഷേ അവൻ്റെ ചെവികൾ അപ്പോഴും ആ കുഞ്ഞിൻ്റെ ചുറ്റിനുമായി വട്ടമിട്ട് പറക്കുകയായിരുന്നു. തത്തേ. അപ്പോഴാണ് ഉച്ചത്തിൽ അവളുടെ പേരും വിളിച്ചുകൊണ്ട് നീലിമ അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. ആദി ഫോൺ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് എത്തിയതായിരുന്നു അവൾ. നീലാൻറ്റി. പെണ്ണ് അവളെ കണ്ടതും ജിത്തിൻ്റെ കയ്യിൽ നിന്നുമുള്ള പിടിവിട്ട് നീലിമയുടെ അരികിലേക്ക് പാഞ്ഞു ചെന്നു. എന്താ മോളെ, എന്താ പറ്റിയേ? അമ്മയെ കണ്ടോ? ഒരേ വായിൽ ഒരു നൂറുകൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവൾ ആ കുഞ്ഞിനെ എടുത്തു പൊക്കി ഒക്കത്തേക്ക് വെച്ചു. നീലാൻറ്റി, അതില്ലേ, എൻ്റെ അച്ഛാ വന്നേ. അമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞേ. അമ്മ മോളെയും കൊണ്ട് റോഡിൽ കൂടി ഓടിയപ്പം പാവ അമ്മ താഴെ വീണ് പോയതാ. നടന്ന കാര്യങ്ങൾ ഒന്നൊഴിയാതെ അവളുടെ ഭാഷയിൽ ചിണുക്കത്തോടെ തത്ത പറഞ്ഞതും അത് കേട്ട് നീലിമ ഒന്നു ഞെട്ടിയിരുന്നു. മോളെ, ഇത് സത്യമാണോ? അവൾ കേട്ടത് വിശ്വസിക്കാനാവാതെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അമ്പരപ്പോടെ ഉറ്റുനോക്കി. സത്യം ആൻറ്റി, അച്ഛ അമ്മേനെ വേദനിപ്പിച്ചു. കാറിൽ കോറ്റി കൊണ്ടുപോകാൻ നോക്കി. അച്ഛ അമ്മേനെ കൊല്ലും ആൻറ്റി. അച്ഛമ്മ വീട്ടിൽ കൊണ്ടുപോയാൽ അച്ഛ അമ്മേനെ എന്നെയും കൊല്ലും. കുഞ്ഞിപ്പെണ്ണ് വീണ്ടും കരയാൻ തുടങ്ങി. ഏയ് കരയല്ലേ മോളെ, അച്ഛ നിങ്ങളെ ഒന്നും ചെയ്യില്ല. അച്ഛമ്മ വീട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകത്തുമില്ല. ആൻറ്റിയല്ലേ പറയുന്നേ? അവൾ ഉറപ്പോടെ അതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു. പക്ഷേ അതെല്ലാം കേട്ട് നിന്നൊരുവൻ്റെ മുഖം കാരണമറിയാതെ അപ്പോൾ മുറുകിയിരുന്ന കാര്യം അവിടെ നിന്നവരാരും അറിഞ്ഞില്ല എന്നതാണ് സത്യം. അവൻ്റെ മനസ്സിലപ്പോൾ കരയുന്ന ആ കുരുന്നും അവളെ ഉപദ്രവിക്കുന്ന ദുഷ്ടനായ അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേവികയെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ജിത്തുവും ആദിയും കൂടിയാണ് അവരെ കാവുമ്പാട്ട് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടാക്കിയത്. പതിവില്ലാതെ ആദിയുടെ ആശുപത്രിയിലെ സഹകരണ മനോഭാവവും തത്തമ്മയെ കാണുമ്പോഴുള്ള അവനിലെ മാറ്റങ്ങളുമൊക്കെ ജിത്തുവും നീലിമയും ഇതിനിടയിൽ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അവസാനം ഹോസ്പിറ്റലിലെ ബില്ല് ആരോടും ചോദിക്കാതെ ആദി തന്നെയായിരുന്നു അടച്ചത്. പക്ഷേ പുറമേ ഗൗരവത്തോടെ പരുക്കനായി എല്ലാവരോടും പെരുമാറിയെങ്കിലും ആദിയുടെ ശാന്തമായ സ്വഭാവം എല്ലാവരെയും ഇത്തിരി ആശ്ചര്യത്തിലാഴ്ത്തി. പക്ഷേ അവരിരുവരും ഒരു ചോദ്യത്തിന് മുതിർന്നിരുന്നില്ല എന്നതാണ് സത്യം. അവനിലെ മാറ്റങ്ങൾ കാത്തിരുന്നവർക്ക് ഇതിൽ കൂടുതൽ സന്തോഷം മറ്റെന്താണുള്ളത്? എടി, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ ദേവി, നമുക്കെന്തേലും ചെയ്യാന്നേ. ഗസ്റ്റ് ഹൗസിലെ സ്വന്തം മുറിയിലെ കട്ടിലിൻ്റെ ക്രാസിയിൽ ചാരിയിരുന്നു കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്നവളോട് നീലിമ ഇത്തിരി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. പൊതുവെ നിശബ്ദയായിരുന്നവൾ സുധിയുമായിട്ടുള്ള ആ സംഭവത്തിന് ശേഷം കൂടുതൽ മൗനമായി കാണപ്പെട്ടു. ഇല്ല നീലു, ആ ദുഷ്ടൻ എന്നെ എൻ്റെ മോളെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അയാൾ ഒരിക്കലും ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടത്തുമില്ല. ആശയേറ്റവളെ പോലെ ദേവിക വിതുമ്പി കരഞ്ഞു. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ദേവി, നീ കരുതുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. നീലിമ അവളുടെ കൈകൾക്ക് മുകളിൽ തൻ്റെ വലങ്കൈ ചേർത്ത് വെച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു. എൻ്റെ മോളെ ഓർത്ത് മാത്രമാണ് എനിക്ക് വിഷമം. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ മോൾക്ക് ആരുമില്ല നീലു. അത് പറഞ്ഞതും ദേവിക പൊട്ടിക്കരഞ്ഞുപോയി. നീ ചുമ്മാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ കരയണ്ട. ഞാൻ ഇക്കാര്യം അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അദ്ദേഹം എന്തെങ്കിലും വഴി പറയാതെ ഇരിക്കത്തില്ല. അവൾ ഉറപ്പോടുകൂടി പറഞ്ഞു. എനിക്കിപ്പോൾ ഒന്നിലും വിശ്വാസമില്ല നീലു. അയാൾ മാനസിക രോഗിയാണ്. അയാളിൽ നിന്ന് എനിക്കോ എൻ്റെ മോൾക്കോ ഒരിക്കലും ഒരു മോചനം ഉണ്ടാവില്ല. അത് പറയുമ്പോൾ മാത്രം നിസ്സഹായിയായ ഒരു അമ്മയുടെ ഭാവമായിരുന്നു ദേവികയ്ക്ക്. നീ കുറച്ചു നേരം കിടന്നുറങ്ങ്, എല്ലാം ശരിയാവും. മോളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അത്താഴം നീ ഇനി ഉണ്ടാക്കാനായി നിൽക്കണ്ട. ഞാൻ വല്ലതും ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കാം. കുറേയേറെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവൾക്കരികിൽ നിന്ന് നീലിമ എഴുന്നേറ്റു. പിന്നെ ഒരു കാര്യം കൂടെ, വെറുതെ ഓരോന്നോർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് കിടക്കരുത്. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നെ നോക്കിക്കോളാം. പോകാനായി തുനിഞ്ഞവൾ വീണ്ടും എന്തോ ഓർത്തെന്ന വണ്ണം കൂട്ടുകാരിയെ താക്കീത് ചെയ്തു. പകരം വിഷാദത്തിൽ ചാലിച്ച ഒരു പുഞ്ചിരിയായിരുന്നു ദേവികയിൽ നിന്നും അവൾക്ക് കിട്ടിയ മറുപടി. പിന്നീട് നീലിമ ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ തന്നെ
ദേവികയോട് സംസാരിച്ചു നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അവൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു. മനസ്സിന് മുറിവേറ്റവളാണ്. അതുടങ്ങാൻ വളരെയേറെ സമയം അവൾക്ക് ആവശ്യവുമാണ്. എങ്ങനെയെങ്കിലും അച്ഛനോട് സംസാരിച്ചിട്ട് ദേവിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉടനടി ചെയ്യണമെന്ന് ഇതിനോടകം തന്നെ നീലിമ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. കൂട്ടുകാരിയെ ഒരു വട്ടം കൂടി നോക്കിയതിന് ശേഷം അവൾ തത്തയുടെ കൈയും പിടിച്ചുകൊണ്ട് പതിയെ വീടിന് പുറത്തേക്ക് നടന്നു. കാവുമ്പാട്ടെ വീടിൻ്റെ സ്റ്റെയർ കയറി ചെന്നപ്പോഴേക്കും സെറ്റിയിലിരിക്കുന്ന ആദിയെയാണ് അവർ കണ്ടത്. പൊടുന്നനെ തത്ത നീലിമയുടെ പിന്നിലേക്ക് ഒളിഞ്ഞു നിന്നു. അപ്രതീക്ഷിതമായി അവിടെ അവനെ കണ്ടതും നീലിമ ഒന്നമ്പരപ്പെട്ടു പോയിരുന്നെങ്കിലും അത് പുറത്തേക്ക് കാട്ടാതെ അവൾ കുഞ്ഞിനെയും കൊണ്ട് ഉള്ളിലേക്ക് പോകുവാനായി തുനിഞ്ഞു. പക്ഷേ കുഞ്ഞിപ്പെണ്ണിനെ കാത്തിരുന്നവൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും സന്തോഷത്താൽ ഒന്ന് തിളങ്ങിയിരുന്നു. നീലിമ, ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഇത്തിരി പതറിച്ചയോടെയാണ് ആദി അവളോടത് തിരക്കിയത്. ചോദ്യം നീലുവിനോടായിരുന്നെങ്കിലും മഹർഷിയുടെ നോട്ടം അവളുടെ പിന്നിൽ പതുങ്ങി നിൽക്കുന്ന തത്തയുടെ നേർക്കായിരുന്നു. പക്ഷേ നീലിമ അവൻ്റെ ചോദ്യത്തിന് മുൻപിൽ ഒരു നിമിഷം പകച്ചു നിന്നുപോയി. കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തന്നോട് ഒരു വാക്കുപോലും സംസാരിക്കാത്തവൻ്റെ മാറ്റം അവളെ കുറച്ചൊന്നുമല്ല അമ്പരപ്പിച്ചത്. അതുമാത്രമല്ല, ഗസ്റ്റ് ഹൗസിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരുവളുടെ കാര്യം ആദ്യം എന്തുകൊണ്ട് അന്വേഷിക്കണം എന്നൊരു സംശയവും നീലിമയിൽ അപ്പോൾ ഉടലെടുത്തിരുന്നു. നീലിമ, അവൾ മറുപടിയൊന്നും പറയാതെ നിന്നിരുന്നതിനാലാവാം മഹർഷി അവളുടെ പേര് വീണ്ടും ഒന്നും കൂടി വിളിച്ചത്. അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ആദി, ദേവിക ഓക്കെ ആയിട്ടിരിക്കുന്നു. അവനുള്ള ഉത്തരം നൽകിയിട്ട് നീലു തത്തയെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി. ഒന്ന് മൂളിയിട്ട് മഹർഷി അവിടെ നിന്നും എഴുന്നേറ്റ് മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറിപ്പോയി. നീലു ആൻറ്റി, ഈ മഹർഷി എന്തിനാ എൻ്റെ അമ്മയെക്കുറിച്ച് ചോദിക്കണേ? അവൻ സ്റ്റെപ്പുകൾ കയറിപ്പോയെന്ന് ഉറപ്പു വരുത്തിയതും കുഞ്ഞിപ്പെണ്ണ് ഉടൻ തന്നെ അവളുടെ അരികിൽ സംശയവുമായി എത്തിയിരുന്നു. അത് പിന്നെ മോളുടെ അമ്മ റോഡിൽ വീണ് കിടന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോയത് ആ മഹർഷിയല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ആദിയുടെ മാറ്റങ്ങൾ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കിയെങ്കിലും കുഞ്ഞിനോട് അവൾ അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ മഹർഷി അമ്മയെ എന്നെയും കൊല്ലില്ല അല്ലേ? തത്തയ്ക്ക് വീണ്ടും സംശയം തോന്നി. കൊല്ലുവോ? എന്തിന്? ആദ്യം എന്തിനാ എൻ്റെ പൊന്നിനെ കൊല്ലുന്നേ? കുഞ്ഞിൻ്റെ ഈ സംസാരം മുൻപ് പല പ്രാവശ്യം കേട്ടതിൻ്റെ ഓർമ്മയിൽ നീലിമ അവളോട് ഇത്തിരി ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. മഹർഷി എല്ലാവരെയും കൊല്ലും നീലു ആൻറ്റി. ഇന്നാളുണ്ടല്ലോ, ഞങ്ങൾ റോഡിൽ നിന്നപ്പോഴേ മഹർഷിയില്ലേ ഒരാൻറ്റീനെ അടിച്ച് വഴിയിട്ടേ ആ ആൻറ്റിയുടെ നെറ്റിയൊക്കെ അപ്പോൾ പൊട്ടിയായിരുന്നേ. ആ ആൻറ്റി അപ്പോൾ തന്നെ മരിച്ചു പോയല്ലോ. ഏതോ ഒരു വലിയ കാര്യം പറയുന്നത് പോലെ കൈയും കണ്ണുമൊക്കെ കാട്ടി കാര്യങ്ങൾ തത്തമ്മ പറയുന്നത് കേട്ടപ്പോഴേക്കും നീലിമയുടെ ഓർമ്മകൾ വീണ്ടും കുറച്ച് ദിവസങ്ങൾ പിന്നിലേക്ക് പോയി. അനാമിക, അവളുടെ പല്ലുകൾ ആ ചിന്തയിൽ തന്നെ ഒന്ന് ഞെരിഞ്ഞമർന്നു. ആൻറ്റി, പറ ആൻറ്റി, ആ ആൻറ്റിയെ കൊന്നതുപോലെ എന്നെ എൻ്റെ അമ്മയെ മഹർഷി കൊല്ലോ? നീലിമയുടെ കയ്യിൽ തട്ടിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു. മോളുടെ അമ്മ ആരും ഒന്നും ചെയ്യില്ല കേട്ടോ. ആ മഹർഷി റോഡിൽ തലകറങ്ങി വീണ മോളുടെ അമ്മയെ രക്ഷിക്കുകയല്ലേ ചെയ്തത്, അല്ല കൊല്ലാനൊന്നും ശ്രമിച്ചില്ലല്ലോ അല്ലേ? അവൾ ആ അമ്പോറ്റി പെണ്ണിനെ ഒക്കത്തെടുത്ത് വെച്ചുകൊണ്ട് അരുമയോടെ ചോദിച്ചു. ഇല്ല എന്ന രീതിയിൽ ആ കുഞ്ഞ് തലയാട്ടി കാട്ടി. പിന്നെന്താ കുഴപ്പം? ആ ഉണ്ണിക്കൊമ്പയിൽ മുഖമുട്ടുരുട്ടിക്കൊണ്ട് നീന്മ വീണ്ടും നിരക്കി. നീലു ആൻറ്റി, എന്നാലും എനിക്കേ മഹർഷിയെ പേടിയാ, അതാ. പെണ്ണ് വീണ്ടും ചുണ്ടുകൾ കൂർപ്പിച്ചു. പേടിക്കണ്ടാട്ടോ, മഹർഷി പാവാ, മോളുടെ അമ്മയെ രക്ഷിച്ച ആളല്ലേ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അവൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായി കൊണ്ടുപോയി വെച്ചു. അപ്പോൾ മഹർഷി പാവാ? അവൾക്ക് വീണ്ടും സംശയമേറി. ആണല്ലോ, വേണമെങ്കിൽ മോള് പോയൊന്ന് സംസാരിച്ച് നോക്ക്, അപ്പോൾ അറിയാൻ പറ്റുമല്ലോ. തത്തയുടെ പേടി മാറ്റാൻ എന്ന വണ്ണം നീലിമ അവളെ നിർബന്ധിച്ചു. അമ്മോ വേണ്ട, ഞാൻ പോയില്ല. കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ പറഞ്ഞുവെങ്കിലും
അവനോടുള്ള സമീപനത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുവാൻ നീലിമയുടെ സംസാരത്തിന് കഴിഞ്ഞു എന്നതാണ് സത്യം. നീ എന്താ ആദ്യം ഇപ്പോൾ ഫ്ലാറ്റിലേക്ക് വരാത്തത്? നിന്നെ നോക്കിയിരുന്ന ഞാനാരായി? കാവുമ്പാട്ടെ വീട്ടിലേക്ക് കൂട്ടുകാരനെ കാണുവാനായി എത്തിയതായിരുന്നു ജിത്ത്. എന്നും ഫ്ലാറ്റിൽ കിടന്നുറങ്ങുന്നവനെ ഈയിടെയായിട്ട് അങ്ങോട്ടേക്ക് കാണുന്നില്ലെന്നുള്ള സംശയം അവനുണ്ടായിരുന്നു താനും. അതെന്തേ? എനിക്കിവിടെ കിടക്കാൻ പറ്റില്ലേ? സ്വന്തം മുറിയുടെ മൂലയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സോഫായുടെ മുകളിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചുകൊണ്ട് ഫോണിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നവൻ അങ്ങോട്ടേക്ക് കയറി വന്ന ആ 32കാരനായ സുമുഖനായ യുവാവിന് നേർക്ക് രൂക്ഷമായ ഒരു നോട്ടം നൽകി. അയ്യോ, നീ ഇവിടെ കിടന്നോ ആദി? നീ ഇവിടെ എന്നും കിടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ നിൻ്റെ കൂടെ കുടിച്ച് നടക്കുവാന്നുള്ള ആ പേരുദോഷം എനിക്കങ്ങ് കുറഞ്ഞു കിട്ടുമല്ലോ. ജിത്ത് ഒന്നൂറ് ചിരിച്ചുകൊണ്ട് അവനെ ഒന്ന് ഇരുത്തി നോക്കി. കറുപ്പ് നിറമുള്ള ഒരു കാവിമുണ്ടും ഒരു മുന്തിരി കളറുള്ള ഫുൾ സ്ലീവ് ഷർട്ടുമാണ് ആളിൻ്റെ വേഷം. അതവൻ്റെ ആരോഗ്യ ദൃഢഗാത്രമായ വിരിവുള്ള ശരീരത്തെ പുറത്തേക്ക് കാട്ടുന്ന രീതിയിലുള്ളതായിരുന്നു താനും. പകുതി മുക്കാലും മുകളിലേക്ക് മടക്കി വെച്ചിരിക്കുന്ന ഷർട്ടിൻ്റെ സ്ലീവ് ആദിയുടെ ബൈസെപ്സിന് മുകളിൽ ഇറുകി പറ്റി ചേർന്ന് കിടക്കുന്നത് കാണുവാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അവൻ്റെ വെളുത്ത നിറമുള്ള തിരുനെറ്റിയിൽ കാണുന്ന ചന്ദനക്കുറിയും പിന്നീട് ചീവി വെച്ചിരിക്കുന്ന നനവുള്ള മുടിയും ഇപ്പോഴെപ്പോഴോ കുളി കഴിഞ്ഞതിൻ്റെ തെളിവായിരുന്നു. ആദിയുടെ കഴുത്തിലിട്ടിരിക്കുന്ന നീളമുള്ള സ്വർണ്ണമാലയിൽ തൂങ്ങിക്കിടക്കുന്ന ലക്ഷ്മി നരസിംഹസ്വാമിയുടെ ഒരു ലോക്കറ്റ് പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ ഷർട്ടിന് മുകളിലേക്ക് തൂങ്ങിക്കിടക്കുന്നത് ജിത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ കൂടെ പിണഞ്ഞു കിടക്കുന്ന ചതുർമുഖത്തിൻ്റെ ചെറിയ മണികളോട് കൂടിയ ഒരു സ്വർണം കെട്ടിച്ച രുദ്രാക്ഷമാല അവനിലെ ആഢ്യത്വത്തെ വെളിവാക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ജിത്ത് അവനെ ആകമാനം കണ്ണുകളാൽ ഒന്ന് ഒഴിഞ്ഞു നോക്കിയിട്ട് അരികിലേക്ക് ചെന്നിരുന്നു. എന്താടാ നീ ഇങ്ങനെ മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നോക്കുന്നത്? തന്നെ മൊത്തത്തിൽ സ്കാൻ ചെയ്യുന്നവനെ നോക്കി ആദി ഇത്തിരി ഗൗരവത്തോടെ തിരക്കി. സ്വന്തം വീട്ടിൽ ആണ്ടിലും സംക്രാന്തിക്കും വന്നുകൊണ്ടിരിക്കുന്നവൻ്റെ പുതിയ പാറ്റങ്ങളും പരിഷ്കാരങ്ങളും കണ്ട് ഞാനൊന്ന് നോക്കിപ്പോയതാ. ഒന്ന് ക്ഷമി ബ്രോ. അവൻ അടുത്തിരിക്കുന്നവൻ്റെ നേർക്ക് ഒന്ന് പാളി നോക്കിക്കൊണ്ട് ഒരു പമ്മിയ ചിരി ചിരിച്ചു. അല്ല, എന്താണാവോ നിൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം? അവൻ്റെ നോട്ടവും ഭാവവും ഒന്നും അത്ര പന്തിയല്ലെന്ന് തോന്നിയതും ആദി ഒന്നിളകിയിരുന്നു കൊണ്ട് അവനെ നോക്കി. വരവിൻ്റെ ഉദ്ദേശം പലതാണ്. ഒന്നാമത്തേത്, നീ കാവുമ്പാട്ടെ വീട്ടിലെ സ്ഥിരതാമസമാക്കിയതിൻ്റെ കാരണം. ഇനി രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ ആ പൊടിക്കുഞ്ഞിനെ കാണുമ്പോഴുള്ള നിൻ്റെ മുഖത്ത് കാണുന്ന പതിവില്ലാത്ത എക്സ്പ്രഷൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. അത്രയും ചോദിച്ചിട്ട് ജിത്ത് അവനിൽ നിന്ന് ഇത്തിരി അകലം വിട്ടിട്ട് മാറിയിരുന്നു. തൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ആദിയുടെ പെട്ടെന്നുള്ള പ്രതികരണത്തെക്കുറിച്ച് ഓർത്ത് പേടിയുള്ളതുകൊണ്ട് മാത്രം. സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിൻ്റെ കാരണം നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ചിക്കൻ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ഒട്ടൊരു പുച്ഛത്തോടെ അറിയിച്ചു. എന്നാൽ അത് പോട്ട്. രണ്ടാമത്തേൻ്റെ കാരണം നീ എനിക്ക് പറഞ്ഞതാ. സ്വന്തം അമ്മയോടല്ലാതെ ഒരുത്തരോട് ഒരു സെൻറ്റിമെൻറ്റും വെച്ച് പുലർത്താത്ത നീ തത്തയുടെ പിറകെ പോകുന്നതിൻ്റെ കാരണം എന്താ? തൻ്റെ 2 വയസ്സുകാരനായ മാധവിനെ ഒന്നെടുത്ത് കൊഞ്ചിക്കാത്തവൻ ഏതോ ഒരു കുഞ്ഞിനോട് കാട്ടുന്ന പ്രത്യേക സ്നേഹവും പരിഗണനയും ചിത്തിനെ ഒന്നിരുത്തി ചിന്തിപ്പിച്ചിരുന്നു. എന്ത്? ആര് പിറകെ പോയിന്ന്? നീ എന്തൊക്കെയാ ചിത്ത ഈ പറയുന്നേ? ആദിയുടെ കണ്ണുകളിൽ ഒരു പതറിച്ച ഉണ്ടായെങ്കിലും അവൻ അതിനെ അപ്പോൾ സമർത്ഥമായി മറച്ചു പിടിച്ചു. ഇപ്പോൾ ഞാൻ പറഞ്ഞതായി കുറ്റം. ആ കുഞ്ഞിനെ കണ്ണു പറിക്കാതെ നോക്കിക്കൊണ്ടിരുന്ന നിന്നെ ഞാൻ ആശുപത്രി വെച്ച് തന്നെ നന്നായിട്ട് ഒരു നോട്ട വിട്ടതാണ്. അത് മാത്രമല്ല, അവരെ റോഡിൽ വെച്ച് കണ്ടപ്പോൾ ആ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി നീ ഓടിയ ഓട്ടവും ഞാൻ നല്ല വൃത്തിക്ക് കണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ മുന്നിൽ കൂടുതൽ ഞാൻ വിള വറക്കണ്ട മോനെ. ജിത്ത് അവനെ നന്നായി പരിഹസിച്ചു. അതിനുള്ള മറുപടി ആദ്യമൊന്നും പറഞ്ഞില്ല. പകരം ശ്രീബുദ്ധൻ്റെ ശാന്തത പൊടുന്നനെ മുഖത്ത് പരത്തിക്കൊണ്ട് അവൻ ഫോണിലേക്ക് വീണ്ടും കുമ്പിട്ടു. എന്തേലും ചോദിച്ചാൽ ഇങ്ങനെ മിണ്ടാതെ മുനിയെപ്പോലെ ഇരുന്നാൽ മതി. വെറുതെയല്ല നാട്ടുകാർ നിന്നെ മഹർഷി എന്ന് വിളിക്കുന്നത്. അതും പറഞ്ഞിട്ട് ജിത്ത് പൊടുന്നനെ അവിടെ നിന്നും വേഗത്തിൽ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് ഓടിപ്പോയി. ഈശ്വരാ, രക്ഷപ്പെട്ടു. അല്ലേ ആ കാലിന് എന്നെ ബാക്കി വെച്ചേക്കില്ലായിരുന്നു. വട്ടപ്പേര് വിളിച്ചതിന് തൻ്റെ കാലിനോ കൈക്കോ അംഗഭംഗം നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട്
അവൻ താഴേക്കുള്ള പടികൾ ഇറങ്ങി നേരെ അടുക്കളയിലേക്ക് നടന്നു. മർഷി. അതേസമയം പതിവിന് വിപരീതമായി മഹർഷി എന്ന തൻ്റെ വട്ടപ്പേരിനെ ആദ്യമായി ഇഷ്ടത്തോടെ പിറുപിറുക്കുകയായിരുന്നു ആദിയപ്പോൾ. കാവുമ്പാട്ടമ്മേ. അടുക്കളയിലേക്ക് ചെന്നവൻ അവിടെ ആരെയും കാണാത്തതിനാലാവാം കിടന്നലറിയത്. എന്തിനാ ജിത്തെ നീ ഇങ്ങനെ തൊള്ള തുറന്ന് കാറുന്നേ? വർക്കേരിയയിൽ നിന്നും അപ്പോഴങ്ങോട്ടേക്ക് കയറി വന്ന നീലിമ അവനെ നോക്കി 2 ചാട്ടം ചാടി. തന്നെക്കാളിനും 2 വയസ്സിന് മൂത്തതാണെങ്കിലും അവനെ നീലിമ പണ്ട് തൊട്ടേ പേരാണ് വിളിക്കുന്നത്. അഭിയുടെ ഭാര്യ എന്ന നിലയിൽ ഏട്ടത്തി എന്നൊരു അധികാരവും അവൾ പലപ്പോഴും ചിത്തുവിനോട് കാട്ടാറുണ്ടായിരുന്നു. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നെന്താടി നിനക്ക് പിള്ളേരെ പഠിപ്പിക്കാനൊന്നും പോവണ്ടേ? ഉപ്പരിപ്പാട്ടയും എടുത്തുകൊണ്ട് ചെക്കൻ കൗണ്ടർ ടോപ്പിന് മുകളിലേക്ക് ചെന്ന് കയറിയിരുന്നു. ഇന്ന് ഞായറാഴ്ച അതിന് സ്കൂളുണ്ടോടാ? അവൾ അവൻ്റെ നേർക്കൊരു കൂർത്ത നോട്ടം നോക്കി. ഓ, നമുക്കൊക്കെ എന്ത് ഞായറാഴ്ച? അവൻ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് അതിലേക്ക് കൈയിട്ടുകൊണ്ട് ആരോടെന്നില്ലാതെ പെറുപിറുത്തു. അത് ശരിയാ, നിനക്കും നിൻ്റെ കൂട്ടുകാരനും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ആദിക്കാണെങ്കിൽ കുട്ടികളും കുടുംബവും ഒന്നുമില്ലെന്ന് വേണേ പറയാം. നിനക്കങ്ങനെയാണോ ജിത്തെ? അതെങ്ങനെയാ ഇങ്ങനെ കാള കളിച്ച് നടക്കുമല്ലേ രണ്ടും കൂടെ? നീലിമ കരുതലോടെ അവനെ ശാസിച്ചു. ഇനിയിപ്പോൾ നീയും കൂടെ തുടങ്ങിക്കോ. അല്ല, ഞാൻ നന്നായ കാര്യം നീ അറിഞ്ഞില്ലേ? അവൻ 2 കഷ്ണം ഉപ്പേരിയും കൂടെ വായിലേക്ക് തള്ളിക്കയറ്റിക്കൊണ്ട് അവളോട് ചോദിച്ചു. നന്നായി എന്നോ? നീയോ? അതൊക്കെ എപ്പോ? ഉച്ചക്കത്തേക്കുള്ള ഊണിനു വേണ്ടി കറിയുണ്ടാക്കാൻ തുടങ്ങിയവൾ ജിത്തിൻ്റെ സംസാരം കേട്ട് കണ്ണും വായും മിഴിച്ചു നിന്നു. അതൊക്കെ നന്നായി. ഞാൻ നാളെ രാവിലെ തൊട്ട് വിശ്വസാറിൻ്റെ ഓഫീസിൽ ജോലിക്ക് പോവുക മോളെ. ആക്കിയൊരു ചിരിയോടുകൂടെ അവൻ വീണ്ടും ഉറപ്പോടെ പറഞ്ഞു. നീ ശരിക്കും ഉള്ളതാണോടാ ഈ പറയുന്നേ? അതോ എന്നെ കളിപ്പിക്കുവാണോ? പല ബിസിനസ്സുകളും തുടങ്ങിയിട്ടും അതൊന്നും പച്ച പിടിക്കാതെ നടന്നവൻ മറ്റൊരാളുടെ ഓഫീസിൽ പോയി ജോലി ചെയ്യുക എന്നത് നീലിമയെ സംബന്ധിച്ചിടത്തോളം വിശ്വസനീയമല്ലായിരുന്നു. ഇതിനെ ചൊല്ലും ജിത്തും അവൻ്റെ ഭാര്യയായ സുമിയും തമ്മിൽ എന്നും സൗന്ദര്യപ്പിണക്കം ഉണ്ടെന്നുള്ള കാര്യവും അവൾക്കറിയാവുന്നതാണ്. ഇതാ ഇപ്പോൾ നന്നായി. ഷടാ, ആരും എന്നെയൊന്ന് വിശ്വസിക്കുന്നില്ല എന്ന് വെച്ചാൽ നിനക്ക് സംശയമുണ്ടെങ്കിലേ നീ പോയി നിൻ്റെ അമ്മായിയപ്പനോട് ചോദിക്ക്. അപ്പോൾ പിന്നെ വിശ്വാസം വരുമല്ലോ. അവൻ ആ കൗണ്ടറിൽ നിന്നും താഴെ ഇറങ്ങി അവൾക്കരികിലേക്കായി ചെന്നു. ശേഷം കയ്യിലിരുന്ന 2 ഉപ്പേരി എടുത്ത് അവളുടെ വായിലേക്ക് കുത്തി കയറ്റി കൊടുത്തു. ഓ ചക്ക ഒന്ന്. നീലിമ വായിലിരുന്ന ഉപ്പേരി ചവച്ചുകൊണ്ട് അവനെ അടിക്കുവാനായി കൈയോങ്ങി. അങ്കിലേ. പൊടുന്നനെ ഒരു കിളിക്കൊഞ്ചൽ അവിടെ കേട്ടപ്പോഴാണ് ഇരുവരുടെയും ശ്രദ്ധ കിച്ചൻ്റെ വാതിൽക്കലേക്ക് നീങ്ങിയത്. തിരിഞ്ഞു നോക്കി അവർ കണ്ടു തങ്ങളെയും നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന തത്തപ്പെണ്ണിനെ. അച്ചോടാ, ആരാ ഇത്? എൻ്റെ തത്തക്കുഞ്ഞാണോ? അവളെ കണ്ടതും ചിത്ത് ഓടി അവൾക്കരികിലേക്ക് ചെന്നു. ശേഷം പെണ്ണിനെ ഒക്കത്തേക്ക് എടുത്ത് കയറ്റി വെച്ചു. അങ്കിൾ എപ്പോഴാ വന്നേ? അവൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി വരിഞ്ഞു പിടിച്ചുകൊണ്ട് കൊഞ്ചലോടെ ചോദിച്ചു. ഇപ്പോൾ വന്നതേ ഉള്ളടി കാന്താരി. അവൻ ആ കുഞ്ഞി കവിളിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ട് പുഞ്ചിരിച്ചു. അങ്കിളേ, ആ മർഷിയില്ലേ, ആളിവിടെ ഉണ്ടോ? പൊടുന്നനെ ആ കുഞ്ഞി പാറു അവനോട് രഹസ്യമായി തിരക്കി. അവളുടെ ആക്ഷനും ചോദ്യവും ഒക്കെ കണ്ട് ചിരി വന്നുവെങ്കിലും നീലിമയും ജിത്തും ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. അതേസമയം താഴേക്കിറങ്ങി വന്നവൻ കുഞ്ഞിൻ്റെ ചോദ്യം കേട്ട് നിസ്സഹായനായി സങ്കടത്തോടെ മുകളിലേക്ക് തിരികെ പടികൾ കയറി. ആ കുഞ്ഞെന്തിനായിരിക്കും എന്നെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നത്? അതിനെ ആദ്യമായിട്ടല്ലേ താൻ ഇവിടെ വെച്ച് കാണുന്നത്? ആദ്യമായിട്ട് കണ്ടിട്ട് പോലും ജിത്തിൻ്റെ അടുത്തവൾ പോയല്ലോ. എൻ്റെ അച്ഛൻ്റെ അടുത്തും കർക്കശക്കാരനായി എൻ്റെ അഭിയേട്ടൻ്റെ അടുത്ത് പോലും കുഞ്ഞെടുത്തു. പക്ഷേ എന്തുകൊണ്ട് അവൾ തൻ്റെ അരികിൽ മാത്രം വരുന്നില്ല? ആദി മുകളിലത്തെ നിലയിലെ ബാൽക്കണിയുടെ സ്റ്റീൽ റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് കാവുമ്പാട്ടെ വീടിന് മുൻപിലുള്ള മുറ്റത്തേക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ ചിന്തിച്ചു. അവൻ്റെ മനസ്സാകെ സംഘർഷഭരിതമായിരുന്നു. ഒരു കാര്യത്തിലും മനസ്സുടക്കാത്ത താനിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ നോട്ടത്തിനു വേണ്ടി ദാഹിക്കുന്നു. ആ മോളുടെ അവഗണനയിൽ ഉള്ളു നീറ്റുന്നു. എന്തുകൊണ്ടായിരിക്കാം താനിങ്ങനെ മാറി ചിന്തിക്കുന്നത്? എത്രയൊക്കെ ആലോചിച്ചിട്ടും അവനൊരു ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നില്ല. 3-4 വർഷങ്ങളായിട്ട് ആരുടെയും സെൻറ്റിമെൻറ്റുകൾക്ക് മുന്നിൽ അടി പതറാതെ ഇരുന്നവനാണ് താൻ.
ആരുടെയും സ്നേഹത്തിനു വേണ്ടിയോ ഒരു നോട്ടത്തിനു വേണ്ടിയോ താൻ ഇതുവരെ ഒരിക്കലും വേദനിച്ചിട്ടില്ല. പക്ഷേ തത്തയുടെ കാര്യത്തിൽ തനിക്ക് എന്താണ് സംഭവിക്കുന്നത്? അവൾ ശരിക്കും പറഞ്ഞാൽ തൻ്റെ ആരാണ്? ഇത്രമേൽ ആ കുഞ്ഞ് തന്നെ സ്വാധീനിക്കണമെങ്കിൽ എന്തായിരിക്കും അതിന് പിന്നിലുള്ള കാരണം? ഒന്നും തനിക്കറിയില്ല. പക്ഷേ ഒന്ന് മാത്രം അറിയാം, അവളുടെ ചെറിയൊരു മാറ്റി നിർത്തൽ പോലും തന്നിൽ വലിയൊരു വേദന സൃഷ്ടിക്കുന്നുണ്ട്. അവനൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് വീണ്ടും കൈവരിയിൽ പിടിമുറുക്കി. ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാവുമ്പാട്ടെ വീട്ടിലേക്ക് അമ്മയെ കാണുവാനായി മാത്രം വന്നുകൊണ്ടിരുന്ന താൻ ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഓരോ ദിവസവും വൈകിട്ടാവാൻ വേണ്ടി താൻ കാത്തിരിക്കുന്നു. അതെ, സ്കൂൾ വിട്ടു വരുന്ന ആ കുറുമ്പിക്ക് വേണ്ടി, അവളുടെ കിളിക്കൊഞ്ചലുകൾക്ക് വേണ്ടി താൻ കൊതിയോടെ ചെവികൾ കൂർപ്പിക്കുന്നു. എന്തു മായാജാലമാണ് കുഞ്ഞെ നീ എന്നിൽ കാട്ടിയത്? അവന് സ്വയം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. അങ്കിളേ, താഴെ നിന്നുമുള്ള കൊഞ്ചിയുള്ള വിളി ചെവിയിൽ വന്നു പതിച്ചപ്പോഴാണ് ആദിയുടെ നോട്ടം മുറ്റത്തേക്ക് പാറിച്ചെന്നത്. അപ്പോൾ അവൻ കണ്ടു, കാവുമ്പാട്ട് വീടിൻ്റെ വിശാലമായ മുറ്റത്തൂടെ തുള്ളിക്കളിച്ചുകൊണ്ട് നടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ. ജിത്ത് അവളെ പിടിക്കുവാനായി പിന്നാലെ ഓടുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട്. നീലിമയും ദേവിയും അവരുടെ കളിചിരികൾ കണ്ടുകൊണ്ട് ആ മുറ്റത്തിൻ്റെ ഒരു കോണിലുള്ള മാവിൻ ചുവട്ടിൽ താഴ്ത്തി കെട്ടിയിരിക്കുന്ന സിമൻറ്റ് പടികളായി ഇരിക്കുന്നു. അച്ഛനും അമ്മയും വീടിന് മുൻപിലെ തണലിലായി സെറ്റ് ചെയ്തിരിക്കുന്ന റൗണ്ട് ടേബിളിന് ചുറ്റും ഇട്ടിരിക്കുന്ന കസേരകളിൽ ഇരുന്നു കൊണ്ട് കുഞ്ഞിപ്പെണ്ണെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ് പരസ്പരം ചിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ആകെപ്പാടെ കാവുമ്പാട്ടെ വീട്ടിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു. എപ്പോഴും ബിസിനസ്സുകളും തിരക്കുകളും ഒക്കെ നിറഞ്ഞിരുന്ന ഇവിടം ഒരു കുറുമ്പിയുടെ വരവ് കൊണ്ട് ഒരുപാട് മാറിപ്പോയിരിക്കുന്ന പോലെ. അവൻ ആ ദൃശ്യങ്ങൾ ഒരു ക്യാൻവാസിൽ എന്ന വണ്ണം മനസ്സിൽ പതിപ്പിച്ചു. മോളെ, റോഡിലേക്കൊന്നും പോവല്ലേ? കുഞ്ഞ് ഓടിക്കളിച്ചുകൊണ്ട് ഗേറ്റിൻ്റെ അരികിലേക്ക് ചെന്നതും അവിടെ കാവലിൽ നിന്നിരുന്ന സെക്യൂരിറ്റി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു. അപ്പോഴാണ് ഒരു ബെൻസുകാർ ഗേറ്റും കടന്ന് മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നത് എല്ലാവരും കണ്ടത്. അതിൽ നിന്നിറങ്ങിയ ആൾക്കാരെ കണ്ടതും വിശ്വത്തിൻ്റെയും രാധയുടെ മുഖം പൊടുന്നനെ വിടർന്നു. അവർ വന്ന അതിഥികളെ സ്വീകരിക്കാൻ എന്ന വണ്ണം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. എന്താ സുരേന്ദ്ര, ഈ വഴിയൊക്കെ നീ മറന്നു എന്നാ ഞാൻ കരുതിയേ? ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി വന്ന ആ 55കാരനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വിശ്വം കുശലം ചോദിച്ചു. അതിപ്പോൾ വന്നാലല്ലേ പറ്റൂ. നീയോ എന്നെ കാണാനൊന്നും വരുന്നില്ല, ഞാനെങ്കിലും വരണ്ടേടാ. അയാൾ വിശ്വത്തിൻ്റെ അരികിലേക്ക് ചെന്ന് ഹസ്തദാനം കൊടുത്തു. അപ്പോഴേക്കും ആ കാറിൻ്റെ പിൻസീറ്റിൽ നിന്നും അയാളുടെ ഭാര്യ എന്ന് തോന്നിക്കുന്ന കുലീനിയായ ഒരു സ്ത്രീയും അവരുടെ മകളുടെ പ്രായം വരുന്ന ഒരു 25 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയും ഇറങ്ങി. ഒരു ക്രോപ്പ് ടോപ്പും ഇറുകിയ ജീനും ധരിച്ച് മേക്കപ്പിൻ്റെ അതിപ്രസരവുമായി വരുന്ന ആ പെണ്ണിൻ്റെ കയ്യിലൊരു വെളുത്ത പോമറേനിയൻ ഡോഗും ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ പുച്ഛത്തോടെ എല്ലാവരുടെ മീതെ ഒഴുകി നടന്നു. ആഹാ, കൂടെ നിങ്ങളും ഉണ്ടായിരുന്നോ? സുഖാണോ യശോദേ? മോൾ ആകപ്പാടെ ഒന്നും കൂടി മെലിഞ്ഞല്ലോ. അവരെ കണ്ടതും രാധ പുഞ്ചിരിയോടെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. എന്തു പറയാനാടി, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പട്ടിണി കിടന്ന് മെണിയുന്നതല്ലേ വിനോദം. അവർ രാധയുടെ കൈ കവർന്നുകൊണ്ട് കുശലാന്വേഷണം നടത്തി. വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറി വായോ. വിശ്വം അപ്പോഴേക്കും തികഞ്ഞ ആതിഥ്യമര്യാദ കാട്ടി. സാരമില്ല, ഇവിടെ ഇരിക്കാം വിശ്വ, ഇവിടെ നല്ല ആംബിയൻസ് ആണെടോ. കാവുമ്പാട്ടെ വിശാലമായ മുറ്റത്ത് തണൽ വിരിച്ചു നിൽക്കുന്ന മാവുകളും പലതരത്തിലുള്ള പടർന്ന് പന്തലിച്ച് പൂത്ത് നിൽക്കുന്ന ചെടികളും ഒക്കെ കണ്ടപ്പോഴേക്കും സുരേന്ദ്രൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. എങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം യശോദേ, മോളെയും കൂട്ടിയിരുന്നോളൂ. വിശ്വം ഒരു ചിരിയോടെ റൗണ്ട് ടേബിളിന് ചുറ്റുമുള്ള കസേരകൾ കാട്ടി പറഞ്ഞതും വന്നവർ 3 പേരും അവരോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് ചെന്നിരുന്നു. അതാരാ നീലിമേ? വീട്ടിൽ വന്നിരിക്കുന്നവരെ കണ്ടതും ദേവിക അവളോട് സംശയത്തോടെ തിരക്കി. അതാണ് സുരേന്ദ്രനങ്ങൾ, ഇവിടുത്തെ അച്ഛൻ്റെ ഉറ്റ സുഹൃത്താണ്. ആള് ക്രിമിനൽ വക്കീലാ. കൂടെ വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ യശോദ, അതവരുടെ ഒറ്റ മോള, പേര് പൂജ. റൗണ്ട് ടേബിളിന് ചുറ്റുമിരുന്ന് സംസാരിക്കുന്നവരെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് നീലിമ അവൾക്കുള്ള മറുപടി നൽകി.
എന്നിട്ട് നീ എന്തേ അങ്ങോട്ടേക്ക് പോകാത്തത്? നിന്റെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ ഇങ്ങനെ മാറിയിരിക്കുന്നത് ശരിയാണോ? ദേവികയ്ക്ക് അവളുടെ പെരുമാറ്റത്തിൽ അത്ഭുതം തോന്നി. പോയാൽ അവരെന്നോട് മിണ്ടില്ല ദേവി. ഒരിക്കൽ ആ പെണ്ണോട് ഞാനൊന്ന് കൊമ്പ് കോർത്തതാ. അതിനുശേഷം അവളുടെ വീട്ടുകാരോ അവളോ എന്നോട് മിണ്ടാൻ വരത്തില്ല. എന്തിന്? പൊതുവെ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്നവൾ എന്തിനാണ് പൂജയോട് വഴക്കിട്ടതെന്നുള്ള സംശയം പൊടുന്നനെ അവളിലുണ്ടായി. എന്നെ മച്ചിയെന്ന് വിളിച്ചവളെ പിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? ആ പെണ്ണ് ഭയങ്കര അഹങ്കാരിയാടി. ഈ വീട്ടിൽ ആർക്കും ആ സാധനത്തിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മോളല്ലേ എന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ അമ്മായിമ്മ പോലും ആ സാധനത്തിനോട് മിണ്ടുന്നത്. നീലിമ അത് പറയുമ്പോൾ അവളുടെ വെറുപ്പോടെയുള്ള നോട്ടം പൂജയുടെ നേർക്ക് പാറി വീഴുന്നത് ദേവി ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴാണ് വീടിന് പിന്നിലേക്ക് കളിക്കുവാൻ പോയ ജിത്തും തത്തയും അങ്ങോട്ടേക്ക് ഓടി വന്നത്. ഹായ് പപ്പിക്കുട്ടി. പൂജയുടെ കയ്യിലിരിക്കുന്ന പോമറേനിയനെ കണ്ടതും കുഞ്ഞിപ്പെണ്ണ് അവരുടെ അരികിലേക്ക് ഒറ്റ പായിച്ചയായിരുന്നു. മോളെ വേണ്ട. ദേവി അത് കണ്ട് അവളെ തടയാനായി എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ തത്ത പൂജയുടെ അരികിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. മുത്തശ്ശി, ദേ പപ്പി, എന്ത് രസമല്ലേ? രാധയുടെ മടിയിൽ കയറിയിരുന്നു കൊണ്ട് അടുത്തിരിക്കുന്ന പൂജയുടെ കയ്യിലെ പപ്പിയെ എത്തിപ്പിടിക്കുവാനായി പെണ്ണ് കുഞ്ഞിക്ക ഉയർത്തി. ഏയ്, തൊടരുത്. പൊടുന്നനെ എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിൽ പൂജ ഉച്ചത്തിൽ ദേഷ്യത്തോടെ ആ കുരുന്നിനെ നോക്കി അലറി. അവളുടെ ആ പ്രവൃത്തിയിൽ അവിടെ ഇരിക്കുന്നവരുടെ മുഖം പെട്ടെന്ന് വല്ലാതായി. രാധമ്മയുടെ മടിയിൽ പേടിയോടെ ഇരിക്കുന്ന തത്തയുടെ നേർക്ക് എല്ലാവരുടെയും കണ്ണുകൾ ദൈന്യതയോടെ നീങ്ങി. മുത്തശ്ശി. ചുണ്ടുകൾ പിളർത്തി വിതുമ്പുവാനായി തുടങ്ങിയവളെ രാധ തൻ്റെ നെഞ്ചോരം പൊതിഞ്ഞു പിടിച്ചു, വല്ലാത്തൊരു അധികാരത്തോടെ. അതേസമയം എല്ലാത്തിനും സാക്ഷിയായ ഒരുവൻ്റെ ദേഷ്യത്തോടെ ചുവന്ന കണ്ണുകൾ താഴെയിരിക്കുന്ന പൂജയിലേക്ക് മാത്രമായി ഒതുങ്ങി.